മക്കളെ വെൽക്കം ബാക്ക്. ഇനിയുള്ള കുറച്ച് വീഡിയോസുകളിലായിട്ട് അതായത് ഇനി വരുന്ന എൻട്രൻസ് എക്സാമിന് സ്പെഷ്യലി നീറ്റ് കീം CUET ഈ 3 എക്സാംസിന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം +1 ആൻഡ് +2 ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ട് മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതെന്നുള്ള ചെറിയൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ലാസ്റ്റ് ഇയർ ഒക്കെ ചെയ്ത വീഡിയോസുകൾ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആ പ്ലേലിസ്റ്റിലൊക്കെ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു മോഡലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി u/s ഈസ് റിട്ടാർഡഡ് ബൈ എ ഫോഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് a equal to -k√v where k is a positive constant and v is the instantaneous velocity ആണ്. The particle comes to rest in a ടൈം ഗിവൺ ബൈ ഇത് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ആദ്യം മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ ഒരു എൻട്രൻസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ലെവൽ നിങ്ങൾക്ക് കാണണം. ഓക്കെ, ഏതൊക്കെ ഏത് ലെവലാണ് വരിക, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്മൾ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ √v ആ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എടുത്ത് എഴുതി തരാം. എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. a is equal to -k√v. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അനുസരിച്ച് ഫ്രീ ആവുന്നതനുസരിച്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ആക്സിലറേഷൻ? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഏതാ? a is equal to ആരാണ്? dv/dt. അപ്പോൾ dv/dt is equal to -k/√v എന്ന് വിളിച്ചൂടെ? ഓക്കെ, സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ഇൻ്റഗ്രേഷൻ ഫോമിലേക്കാണ് പോവേണ്ടത്. ഞാൻ കാണിച്ചു തരാം മെല്ലെ മെല്ലെ ചെയ്തു വരാം. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും പഠിക്കുക, അല്ലാണ്ട് വെറുതെ തിയറി കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ പ്രോബ്ലം മാത്രമല്ല, തിയറി ക്വസ്റ്റ്യൻസും നമ്മൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഉണ്ടാവുമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പ്രോബ്ലത്തിലൂടെ പഠിച്ച് നമുക്ക് തിയറി അവിടെ തറവാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മാത്സിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഇൻ്റഗ്രൽ ഫോം, ഈ √v നമ്മൾ LHSലേക്ക് എടുക്കുകയാണ്. √v LHSലേക്ക് എടുത്തിട്ട് dt RHSലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/√v dv. ക്ലിയർ അല്ലേ? ആ v ഫംഗ്ഷൻസ് എല്ലാം ഒരുമിച്ചാക്കാം. 1/√v dv is equal to ആ dt RHSലേക്ക് പോകുമ്പോൾ ആരായി? -k/dt ആവും. ക്ലിയർ ആണോ? -k/dt. ഇനി നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കൊടുക്കണം? നെക്സ്റ്റ് ലിമിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫംഗ്ഷൻസ് വേണം. അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനീഷ്യലി വേണം അതിനടുത്ത് എഴുതിത്തരാം. t is equal to 0 എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെലോസിറ്റിയാണ്? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ 0 എന്ന് പറയുന്ന സമയത്ത്, അതായത് ലോവർ ലിമിറ്റ് 0, അതായത് ഇവിടെ 0 വരുമ്പോൾ ഇപ്പുറത്ത് ആരാണ് വരിക? ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് u ആയിരിക്കും. ഇനി ടി എന്ന് പറയുന്ന ടൈം ടി ആയി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ പാർട്ടിക്കിൾ കംസ് ടു റെസ്റ്റ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. പാർട്ടിക്കിൾ കംസ് ടു റെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ഓഫ് ടൈമിൻ്റെയും വെലോസിറ്റിയുടെയും. ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യനിൽ തന്ന ആക്സിലറേഷൻ എഴുതി, ആക്സിലറേഷൻ്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതിയിട്ട് നമ്മളതിനെ ഒന്ന് ഓർമ്മ വേണം. 1/√v dv ഉണ്ട്, RHSൽ -k/dt അല്ലേ? ഓക്കെ, നമുക്കൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ 1/√v dv ആണ്. അപ്പോൾ അവിടെ വരുന്ന ഇനീഷ്യൽ ഫംഗ്ഷൻ ഇനീഷ്യൽ ലിമിറ്റ് u ആണ്. അപ്പർ ലിമിറ്റ് ഇനീഷ്യൽ ലിമിറ്റ് ലോവർ ലിമിറ്റ് u ആണ് വരിക. അപ്പർ ലിമിറ്റ് ആണെങ്കിൽ 0 ആണ് വരിക. പിന്നെ ആരും ഉണ്ടാവും? 1/√v dv ഉണ്ട്. 1/√v dv is equal to ഇപ്പുറത്താണെങ്കിൽ -k. ഒരു കാര്യം, -k ആദ്യം എഴുതിയിട്ട് ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് 0, ദ ടൈമിൻ്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടി. അപ്പോൾ 0 to t dt വരും. ഇൻ്റഗ്രൽ 1/√v dv നമുക്കറിയാതെ 2√v ആണ്. 1/√x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√x. അപ്പോൾ ഇവിടെ ആര് വരും? 2√v 1/√v dv 2√v എന്ന് എഴുതി. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിനുള്ള നമ്മൾ റിസൾട്ട് എഴുതുന്നു. ലോവർ ലിമിറ്റ് ആണെങ്കിൽ u ആണ്, അപ്പർ ലിമിറ്റ് 0 ആണ്. മൈനസ് ഉണ്ട് k. ഇൻ്റഗ്രൽ dx ആരാ? x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് t ഉണ്ട്. കഴിഞ്ഞു. സംഭവം കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആ t ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം. നമുക്ക് t ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ t എങ്ങനെ കണ്ടുപിടിക്കും? സിംപ്ലിഫൈ ചെയ്തോ. ഓക്കെ, ബാക്കി വരുന്ന സമയത്ത് 2 അവിടെ തന്നെ പുറത്തെടുക്കാം. അപ്പർ
ലിമിറ്റ് എന്ന് പറയുമ്പം 0 വരും. ഓക്കെ, അപ്പർ ലിമിറ്റ് ആദ്യം 0 ആണ്, √0 അങ്ങനെ തന്നെ പോയി. പിന്നെ ആരുണ്ടാവും, √u ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് വേണം അങ്ങനെ തന്നെ കൊടുക്കാം, കാരണം ഒരു മൈനസിന് പ്രശ്നം വരും. അപ്പർ ലിമിറ്റ് √0 മൈനസ് √v അടുത്ത് എന്ത് കൊടുക്കണം, u = കഴിഞ്ഞു, = ഇപ്പുറത്താണ് മൈനസ് ഉണ്ട്, മൈനസ് ഇൻറ്റു അപ്പർ ലിമിറ്റ് t -0, t -0 t തന്നെയാണ്, അവിടെ വലിയ സീനൊന്നുമില്ല. ഓക്കെ, സംഭവം കിട്ടിയടാ, സംഭവം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ ആരാ വരിക, നമ്മൾക്ക് വേണ്ടത് 2 ഇപ്പോൾ അത് 2 ഇൻറ്റു മൈനസ് √u, ദാറ്റ് ഈസ് -2 ഇൻറ്റു √u = -k ഇൻറ്റു t. ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്നു. t = ആര് വരും, 2√u ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു കെ LHSലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോയി ഡിവൈഡഡ് ബൈ കെ. സോ ആൻസർ ഈ ടൈമിലായിരിക്കും ആ ബോഡി, ആ പാർട്ടിക്കിൾ എന്തിലേക്ക് വന്നിട്ടുണ്ടാവുക, റെസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മോഡൽ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. ആക്സിലറേഷൻ്റെ ഫംഗ്ഷൻ തന്നിട്ട് അവിടെ എന്ത് ചോദിക്കും, ടൈം ചോദിക്കുന്ന പരിപാടി. ഇതുപോലെ പല രീതിയിലുണ്ട്. മാക്സിമം ആക്സിലറേഷൻ ആണെങ്കിൽ മാക്സിമം വെലോസിറ്റി കിട്ടാൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നീറ്റിനും കീമിനൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു മോഡലാണ്. ഫംഗ്ഷൻസ് തന്നിട്ടുള്ള കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഫംഗ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു മോഡലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു സമയമേ. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റുകൾ ഞാൻ ക്വസ്റ്റ്യനിലൂടെ തരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. സോ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കോമ്പറ്റീറ്റീവ് എക്സാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം മക്കളെ. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.